എല്ലാവർക്കും ബേബി മലയാളം സീസൺ 7-ൻ്റെ ആദ്യത്തെ ദിവസത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്പീഡിൽ റേസ് പോയി കഴിഞ്ഞിട്ട് മുദ്ര പതിപ്പിച്ച 3 പേർക്ക് ബാഡ്ജ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസ്. ഈ 3 പേർക്ക് മാത്രമാണ് അവർ കൊണ്ടുവന്ന പെട്ടികളും സാധനങ്ങളൊക്കെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ബിഗ് ബോസ് പറഞ്ഞു, ഈ ബാഡ്ജ് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു മാറ്റാം, പക്ഷേ അവർ കയ്യിൽ തന്നെ കെട്ടിക്കൊണ്ടിരിക്കണം, നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു മാറ്റാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ പിന്നീട് ഇത് കാണിക്കുന്നത് ഇത് അടിച്ചു മാറ്റാനുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൻ്റെ പരാക്രമങ്ങളാണ്. ബിന്നിക്കും ഷാനവാസിനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആര്യനുമാണ് ബാഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കയ്യിൽ നിന്ന് ബാഡ്ജ് അടിച്ചു മാറ്റാനുള്ള പരാക്രമങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. നമ്മുടെ ഷാനവാസിൻ്റെ പുറകെ അനീഷ് നടക്കുവാണ് ഈ ബാഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ട്. നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ബാഡ്ജും കൊണ്ടേ പോവുള്ളൂ, നീ പൊത്തിപ്പിടിക്കല്ലേടാ ബാഡ്ജ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഭയങ്കരമായിട്ട് ഷാനവാസിനെ ഇറിറ്റേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഷാനവാസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ കയ്യിലുള്ള ബാഡ്ജ് ഊരി നമ്മുടെ ഒനിയലിനെ കൊടുക്കുവാണ്. അപ്പോഴേക്കും അനീഷ് പറയും, നിനക്ക് എന്നെ പേടിയാണല്ലേടാ, അയ്യേ പേടിത്തൂറാന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അവന് എൻ്റെ അടുത്ത് എൻ്റെ ഫേസ് ടു ഫേസ് നിൽക്കാൻ അവനെ പേടിയാണ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനത്തെ പ്രവൃത്തി കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് അനീഷ് ഭയങ്കരമായിട്ട് ചൊറിയുന്നുണ്ട് ഷാനവാസിനെ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും നമ്മുടെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുവാണ്, മേക്കപ്പ് സാധനങ്ങൾ ആരാണ് എടുത്തത്, എൻ്റെ അനുവാദം ഇല്ലാതെ ആരാണ് ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ നിങ്ങളോട് എടുക്കാൻ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോഴേക്കും എടുത്തവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ ഗേൾസും എഴുന്നേറ്റ് നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ആരാണ് ഈ മേക്കപ്പ് സാധനങ്ങൾ എടുക്കാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്നാൽ പിന്നെ മേക്കപ്പ് സാധനങ്ങൾ എടുക്കാമായിരുന്നെങ്കിൽ നിങ്ങളുടെ പെട്ടിയും ഞങ്ങൾ തരുമായിരുന്നില്ലേ, നിങ്ങൾക്ക് ആരാണ് ഇതിന് അനുമതി തന്നത്, ആരാണ് ആദ്യം എടുത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ നൂറയെയും നമ്മുടെ അതുപോലെ തന്നെ ഹിന്ദിക്കാരി കുട്ടിയാണെന്ന് പറയുന്നുണ്ട് ആദ്യം എടുത്തത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴേക്കും ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ട്, ഇനി അത് എൻ്റെ അനുവാദം ഇല്ലാതെ എടുക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശൈത്യം എഴുന്നേറ്റ് നിന്ന് പറയുവാണ്, ബിഗ് ബോസ് ഇത് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇവരോട് പറഞ്ഞതാണ്, അത് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ലായിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അനീഷ് പറയും, അത് കൊള്ളാലോ ശൈത്യം അത് പറയുകയും ചെയ്തു, ശൈത്യം എന്നിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തു, അപ്പോൾ അതിപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശൈത്യമൊക്കെ ഓക്കെ ഫൈൻ, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഇരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു ടാസ്ക്കാണ്. ബിഗ് ബോസിൽ തുടരാൻ യോഗ്യതയില്ല എന്ന് തോന്നുന്ന ആളുടെ മുഖത്ത് നമ്മുടെ ഷേവിംഗ് ഫോം പതിപ്പിക്കാനാണ്, അത് കൊടുത്തിട്ടുണ്ട്, അത് പതിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും ഓരോ വ്യക്തമായിട്ടുള്ള കാരണങ്ങളും മെൻഷൻ ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഒരു സേഫ്റ്റി ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ കണ്ടസ്റ്റൻസിനും വെക്കാൻ വേണ്ടിയിട്ട്, കാരണം ഷേവിംഗ് ഫോം ആണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോരുത്തരെ പറഞ്ഞിട്ട് ഈ ഷേവിംഗ് ഫോം പൊത്തുന്നുണ്ട്. അനീഷ് പറയുന്നത് നമ്മുടെ ശാരികയാണ്. അനീഷ് അതിൻ്റെ കാരണം പറയുന്നത്, ഇവർ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ വരുന്ന ആളുകളോട് എല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഇവർ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ഇൻ്റർവ്യൂ എടുക്കുന്നതെന്ന് ശാരിക എന്നോട് പറഞ്ഞു എന്നാണ് അനീഷ് പറയുന്നത്. അത് നമ്മുടെ മലയാളി പ്രേക്ഷകരെ പറ്റിക്കുന്ന ഒരു പരിപാടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അനീഷ് ഭയങ്കരമായിട്ട് ഇതാകുവാണ്. ശാരിക ഇടയ്ക്കറി പറയാൻ ഇതാക്കുമ്പോഴേക്കും എല്ലാവരും പറയും, ഇത് അനീഷിൻ്റെ ചാൻസാണ്, അനീഷ് പറയട്ടെ എന്ന് പറയുവാണ്. എന്നിട്ട് അനീഷ് ശാരികയുടെ മുഖത്ത് അങ്ങനെ പൊത്തുവാണ് ആ ഷേവിംഗ് ഫോം. അതുപോലെ തന്നെ നമ്മുടെ അഭിലാഷ് അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം അക്ബർ ഒരിക്കലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നെവിനും അനീഷിനെയാണ്, നൂറനാദ്രയും അനീഷിനെയാണ്, ബിൻസിയും അനീഷയാണ്, ഗിസിലും റേനുവിനെയാണ് ചെയ്തത്. അങ്ങനെ എല്ലാവരും ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ ഈ ടാസ്ക് ലെറ്റർ കറക്റ്റായിട്ട് വായിച്ചു നോക്കിയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പറയും, കറക്റ്റായിട്ട് വായിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഷേവിംഗ് ഫോം കിട്ടിയത് ആർക്കാണെന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും അത് ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് നമ്മുടെ അനീഷിനെയാണല്ലോ, കാരണം വന്നപ്പോൾ തൊട്ടേ എല്ലാവരും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനീഷാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും മുഖത്ത് ഷേവിംഗ് ഫോം പതിപ്പിച്ചത് അനീഷിൻ്റെ മുഖത്താണ്. അപ്പോഴേക്കും ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഷേവിംഗ് ഫോം കിട്ടാത്ത ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്ന കൂട്ടത്തിൽ ബിന്നി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദിക്കാരി കുട്ടി, അങ്ങനെ 2-3 പെണ്ണുങ്ങൾ, രേണുവിനൊക്കെ ഷേവിംഗ് ഫോം കിട്ടിയിട്ടുണ്ടായിരുന്നേ. അതുപോലെ തന്നെ അപ്പാനി രവി അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ബിഗ് ബോസ് പറയും, നിങ്ങൾക്ക് ആരാണ് ക്യാപ്റ്റൻ എന്ന് ഊഹിക്കാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും, ആരായിരിക്കും ക്യാപ്റ്റൻ എന്ന് എല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ബിഗ് ബോസ് പറയുവാണ്, ഏറ്റവും കൂടുതൽ ഷേവിംഗ് ഫോം ഏറ്റുവാങ്ങിയ നമ്മുടെ അനീഷാണ് ഇപ്രാവശ്യത്തെ ആദ്യത്തെ ക്യാപ്റ്റൻ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുവാണ്. അതെല്ലാവർക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരിക്കുമേ. അനീഷിനും ഷോക്കിംഗ് ആണ്. അനീഷ് പറയുന്നുണ്ട്, ഇത് വല്ല പ്രാങ്കാണോ ബിഗ് ബോസ്, എന്നെ പറ്റിക്കുവാണോ, ഇത് ഒറിജിനൽ ആയിരിക്കില്ല, ഈ സാധ്യതയില്ലെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. പക്ഷേ അനീഷ് തന്നെയാണ് ഫസ്റ്റ് വീക്കിൽ ആദ്യത്തെ ക്യാപ്റ്റൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ രേണു സുധിയും അതുപോലെ തന്നെ നമ്മുടെ
റെന ഫാത്തിമയും തമ്മിലുള്ള സംഭാഷണമാണ്. അതിൽ രേണുസുതി പറയുന്നുണ്ട്, ഇവിടെ വന്ന ആദ്യത്തെ 2 വീക്കൊക്കെ എല്ലാവർക്കും മുഖംമൂടിയൊക്കെ അണിഞ്ഞ് നിൽക്കാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞാൽ ആർക്കും പറ്റില്ലടാ. അവരുടെ റിയൽ സ്വഭാവം പുറത്ത് വരും എന്ന് പറയുമ്പോഴേക്കും ഫാത്തിമ പറയുന്നുണ്ട്, ഇപ്പോൾ രേണു ചേച്ചി നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ മുഖംമൂടി ഇട്ടിട്ടാണോ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ രേണുസുതി പറയും, അതെ പറയാൻ പറ്റില്ല ഞാൻ എങ്ങനെയാണെന്ന്. പക്ഷെ ഞാൻ റിയൽ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. എനിക്കങ്ങനെ അഭിനയിക്കാനൊന്നും സാധിക്കില്ല. നിങ്ങൾക്ക് ഒറിജിനൽ എൻ്റെ റിയൽ സ്വഭാവം നിങ്ങൾക്ക് എന്തായാലും ഈ ബിഗ് ബോസിലൂടെ അറിയാൻ പറ്റും എന്നൊക്കെ രേണുസുതി പറയുവാണേ. എൻ്റെ റിയൽ ക്യാരക്ടർ ഇതിലെ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് രേണുസുതി പറയുന്നുണ്ട്. ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ അനീഷ് ലക്ഷറി ബജറ്റിൻ്റെ ആ ടാസ്ക് ലെറ്ററൊക്കെ വായിക്കുന്നുണ്ട്. അതിൻ്റെ നിയമങ്ങളും വശങ്ങളൊക്കെ എല്ലാം അനീഷ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനീഷ് എല്ലാ കണ്ടസ്റ്റൻസിനായിട്ട് പറയുവാണ്, എനിക്ക് റെസ്പെക്റ്റ് വേണം, ഞാൻ ക്യാപ്റ്റൻ ആണെന്ന് പറയുമ്പോഴേക്കും കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് റെസ്പെക്റ്റ് കിട്ടിയാലേ അങ്ങോട്ടും തരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അനീഷ് പറയും, അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഞാൻ ക്യാപ്റ്റനാണ്, എനിക്ക് റെസ്പെക്റ്റ് വേണം എന്നുള്ള ഒറ്റ വാശിയിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ അനീഷ്. പിന്നെ നടക്കുന്നത് നമ്മുടെ നോമിനേഷൻ പ്രക്രിയയാണ് അടുത്ത ആഴ്ചയിലേക്കുള്ളത്. അപ്പോൾ ആദ്യം ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അധികം ഒന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് തന്നെ നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോമിനേഷൻ പ്രക്രിയയിൽ വന്നിരിക്കുന്നത് 2 വോട്ടുകളോടെ നമ്മുടെ അനുമോളും പിന്നെ 2 വോട്ടുകളോടെ സരിക, 3 വോട്ടുകളായിട്ട് ആര്യൻ, 4 വോട്ടുകളായിട്ട് രേണുസുതി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നവീൻ, പിന്നെ അതുപോലെ തന്നെ ജിസേൽ, 5 വോട്ടുകളുടെ നമ്മുടെ മുൻഷിയും പിന്നെ 8 വോട്ടുകളുടെ നമ്മുടെ ശൈത്യയാണ് മുമ്പിൽ നിൽക്കുന്നത്. ശൈത്യക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. ശൈത്യയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാണ്ട് മാറുന്നുണ്ട് നോമിനേഷൻ പ്രക്രിയ കഴിയുമ്പോഴേക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേണുസുതി തലവേദന എടുത്തിട്ട് ഇങ്ങനെ കിടക്കുവാണേ. അപ്പോൾ ഇതൊന്നും അവിടുത്തെ കണ്ടസ്റ്റൻസിന് അത്ര ഇഷ്ടമായിട്ടൊന്നുമില്ല. അപ്പോൾ അഭിലാഷ് അത് നമ്മുടെ ശൈത്യനോട് പറയുന്നുണ്ട്, നേരത്തെ തലവേദനയെന്ന് പറഞ്ഞ് കിടന്ന രേണു ചേച്ചി ദേ അവിടെ ഇരുന്ന് ഇപ്പോൾ തുള്ളിച്ചാടി നടക്കുന്നു, തലവേദനയൊക്കെ മാറിയോ, ഇങ്ങനെയാണോ, ഇതൊക്കെ അവർക്ക് ഉറങ്ങാനുള്ള അഭിനയമാണെന്നൊക്കെ നമ്മുടെ അഭിലാഷ് പറയുന്നുണ്ട് ശൈത്യനോട്. അപ്പോൾ ശൈത്യ ശരിയാണല്ലേ, അപ്പാനിയും പറയുന്നുണ്ട് ഈ കാര്യം നമുക്ക് ചോദിക്കാമെന്ന് പറയുമ്പോഴേക്കും രേണുവിനെ കാണുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, തലവേദനയൊക്കെ മാറിയോ ചേച്ചി? അപ്പോൾ പറയും, തലവേദനയൊക്കെ മാറി. കള്ള തലവേദന എന്നൊക്കെ ഇവരൊക്കെ പറയുന്നുണ്ട്. ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി ഉറങ്ങണം, അല്ലാതെ തലവേദനയുടെ പേരും പറഞ്ഞല്ല കിടക്കേണ്ടത്. അപ്പോൾ രേണുസുതി വിട്ടുകൊടുക്കുന്നില്ല, എനിക്ക് ശരിക്കും തലവേദനയാടാ, ഞാൻ തനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല, തലവേദന ഉള്ളതുകൊണ്ടാണ് ഞാൻ കിടന്നത്, ഇന്നലെ രാത്രി ഒരു പോളം ഞാൻ കണ്ണടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരും പറയേണ്ടത് നമ്മളാരും കണ്ണടച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് രേണുസുതിക്ക്. പക്ഷേ അതുപോലെ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട്. അഭിലാഷാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. 2 പേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളാവുകയാണ് അഭിലാഷും രേണുസുതിയും. ഇപ്പോൾ രേണുവിനെ നമ്മുടെ നമ്മുടെ മറ്റേ ഫ്ലവേഴ്സ് അനുമോളൊക്കെ നമ്മൾ പിടിച്ചു മാറ്റുന്നുണ്ട്, മാറി ചേച്ചി, ചേച്ചി തലവേദനയുള്ള ഒരാളിങ്ങനെ ഒച്ചെടുക്കും, ഇങ്ങനെ ഒരിക്കലും ഒച്ചെടുക്കില്ല. ബിന്നിയും പറയുന്നുണ്ട്, തലവേദനയുള്ള ഒരാൾ പയ്യെ സംസാരിക്കുള്ളൂ, ചേച്ചി എന്തായി കാണിക്കുന്നേ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് രേണുസുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവരൊക്കെ. പിന്നെ ആ തർക്കം നമ്മുടെ ക്യാപ്റ്റനായ അനീഷും അഭിലാഷും കൂടി ഏറ്റെടുക്കുവാണ്. 2 പേരും കൂടി നല്ല വഴക്ക് പിടിക്കുവാണ്. അപ്പോൾ രേണുസുതി ആണെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ പോയി പറയുന്നുണ്ട്, നല്ല തലവേദനയുണ്ട് ബിഗ് ബോസ്, എനിക്ക് അത്യാവശ്യമായിട്ടൊരു പെയിൻ കില്ലർ വേണം, എൻ്റെ ഇവിടെയൊക്കെ വെട്ടിപ്പൊളിയാന്ന് പറഞ്ഞ് തലയൊക്കെ കാണിച്ചെടുക്കുന്നുണ്ട് രേണുസുതി. വേറൊരു ഭാഗത്താണെങ്കിൽ അനീഷും അക്ബറും അഭിലാഷും കൂടി അങ്ങോട്ട് തല്ലു പിടിത്തുവാണേ. കാരണം രേണുസുതിക്ക് മാത്രം എന്തിനീ പ്രിവിലേജ്, ഷാനവാസിന് തലവേദന വന്നപ്പോൾ നിങ്ങൾ പ്രിവിലേജ് കൊടുത്തില്ലല്ലോ, അത് കള്ളത്തരാണെന്നൊക്കെ പറഞ്ഞില്ലേ, അവർക്ക് കൊടുക്കാത്ത പ്രിവിലേജ് രേണുസുതിക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തർക്കമാണ് ഇവർ തമ്മിൽ നടക്കുന്നത്. ഏതായാലും ഷാനവാസിൻ്റെ രേണുവിൻ്റെയും തലവേദന പറഞ്ഞ് ബാക്കിയുള്ള കാണുന്ന പ്രേക്ഷകർക്കും കൂടി തലവേദനയാവുന്ന സ്ഥിതിയാണ്. കാരണം ക്യാപ്റ്റൻ രേണുസുദിനെ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ, ക്യാമറ സ്പേസിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഷാനവാസിൻ്റെ തലവേദന പറഞ്ഞില്ല ബിഗ് ബോസിനോടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് രേണുസുതി ചായ കുടിക്കുമ്പോൾ തലവേദന പോകുന്നുണ്ട്. അപ്പോൾ രേണുസുതി പറയുന്നുണ്ട്, ഈ രേണുസുതി എന്തൊക്കെ ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും താഴത്തില്ലട, രേണുസുതി ഫ്ലവർ അല്ലട, ഫയർ ആടാ എന്നൊക്കെ പറഞ്ഞ് ആക്ഷനൊക്കെ ഇട്ട് കാണിക്കുന്നതോടുകൂടിയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.